ഞാനങ്ങനെ സ്പോർട്സ് ഡേക്ക് രാവിലെ തന്നെ എന്താ പറയുക 8ൻ്റെ പണിയും കിട്ടി, സ്കൂട്ടിയും ഇല്ല, ബസ് കയറാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം വരെ സ്കൂളിനെ കുറിച്ചോ സ്കൂളിലത്തെ കാര്യങ്ങളെക്കുറിച്ചോ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറി നമ്മൾ പതുക്കെ സ്കൂളിലേക്ക് എത്തി. കുട്ടികളും ഞാനും ഒക്കെ ഒന്നിച്ച് നടന്ന് പോവാണ്. ഇതാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ, മാഷാ അല്ലാഹ് ABS ഗ്ലോബൽ സ്കൂൾ. അതായത് ഇപ്പോൾ നമ്മുടെ 4 ഹൗസാണ് ഉള്ളത്: ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ. കുട്ടികളുടെ ആവേശവും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ടീച്ചറായ സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ കോമ്പറ്റീഷൻ ലെവലും കാര്യങ്ങളൊക്കെ. ഞാൻ ടീച്ചറായപ്പോൾ ഇതിന് വന്ന ഫസ്റ്റ് സ്പോർട്സാണ്. അതായത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. നമ്മളെ ബ്ലൂ ഗ്രൂപ്പാണ് ജയിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ആവേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കപ്പ് ഉയർത്തിയിട്ട്. നമ്മൾ സ്പോർട്സ് ഡേ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. ഇതെൻ്റെ കോളേജാണ് അരിഫ മാം. ക്ഷീണം മാറുന്നതിന് മുമ്പേ എനിക്ക് ക്യാമ്പുണ്ട് ഗായ്സ്. ഇങ്ങനെ കണ്ണൂരേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ഇരിക്കുകയാണ്. ഭയങ്കര ക്ഷീണം. ഞാൻ കണ്ണൂരേക്ക് പോകാൻ ഇരുന്നതാണ്. ട്രെയിനിൽ വെച്ച് ക്ഷീണം പിടിച്ച് അങ്ങനെ വീണു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാതെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് നേരെ പോയത്. അതായത് സ്പോർട്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്.